നമ്മുടെ ഒരു ഡേ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് അത് കുറേയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ മോർണിംഗ് റൂട്ടീനിലാണ്. ഈ അടുത്ത് വായിച്ച മിക്ക ബുക്കുകളിലും ഞാനത് തന്നെയായിരുന്നു വായിച്ചത്. അപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ കൂടുതലും ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ആവുക. പുറത്തൊക്കെ കാഴ്ചയൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം സോഫയിലിരുന്ന് ബുക്കൊക്കെ വായിച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ. അപ്പോൾ തലേന്ന് ഞാൻ ടു ഡു ലിസ്റ്റ് എപ്പോഴും പ്ലാൻ ചെയ്യും, എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ വേണമെന്ന്. അപ്പോൾ നോക്കിയപ്പോഴായിരുന്നു ചിക്കൻ ഇല്ലായിരുന്നു. ബൈ ദ വേ ജുമാടെ ദിവസമായതുകൊണ്ട് ഇന്നത്തെ ലഞ്ച് ചിക്കൻ സ്റ്റൂവും നെയ്ച്ചോറും പിന്നെ ചിക്കൻ പൊരിച്ചതും. ഈ ചിക്കൻ സ്റ്റൂ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയത് വൺ ഓഫ് ദ ബെസ്റ്റ് ചിക്കൻ കറി വേണമെങ്കിൽ പറയാം. വെരി ഈസി ടു മേക്ക്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പൂരി ആയിരുന്നു എടുത്തത്. രാത്രി ഈ ചിക്കൻ സ്റ്റൂ തന്നെയാണ് എടുക്കുന്നത്. അതിനൊപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ യൂഷ്വലി ഉണ്ടാക്കാത്ത സാധനമാണ്, പക്ഷേ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ഇതിനകത്ത് ഷെയർ ആക്കാമെന്ന്. പിന്നെ ഇന്നലെ രാത്രി വെച്ച മീൻ കറി ബാക്കിയുണ്ടായിരുന്നു. രാത്രിയല്ല, ആക്ച്വലി ഉച്ചക്കത്തേക്ക് വെച്ചായിരുന്നു. പിന്നെ ഒരു ദിവസം കഴിയുമ്പോൾ ഈ ചട്ടിയിൽ വെച്ച മീൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ പൂരി ആക്കാമെന്ന്. അപ്പോൾ പൂരിക്ക് കുഴച്ച് വെച്ച് പിന്നെ നമ്മൾ തേങ്ങാപ്പാലുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ ഓർഡർ ചെയ്ത ചിക്കൻ എത്തിയിട്ടുണ്ടായിരുന്നു. താഴെ പോയി ഞാൻ ചിക്കൻ വാങ്ങിച്ചു. ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ വിളിച്ച് പറഞ്ഞാലും ചിക്കൻ ഏത് സമയമാണെങ്കിലും കൊണ്ടുതരും കേട്ടോ. പിന്നെ അന്നത്തെ ആവശ്യമുള്ള ചിക്കൻ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ രാത്രിയും ഉച്ചക്കത്തെ കൂടി ഒരേ കറി വെക്കുന്നതുകൊണ്ട് കുറച്ച് അധികം എടുത്തു. ഫ്രൈക്ക് കുറച്ചേ എടുത്തിട്ടുള്ളൂ, രണ്ടാൾക്കുള്ളത് മാത്രം. ബാക്കിയുള്ള ചിക്കൻ ഞാൻ അപ്പോൾ തന്നെ ഫ്രീസറിൽ വെച്ചു, നെക്സ്റ്റ് ഡേ അത് എടുക്കാൻ വേണ്ടി. അങ്ങനെ തന്നെയാണ് പൊതുവെ ചെയ്യുക. അപ്പോൾ ഞാൻ പൊതുവെ ചിക്കൻ വാങ്ങുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക, അപ്പോൾ എത്ര ടൈമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിനനുസരിച്ച് വേറെ വേറെ സെപ്പറേറ്റ് കവറിലാക്കി വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കവർ മാത്രം എടുത്താൽ മതിയല്ലോ. ഇല്ലെങ്കിൽ മൊത്തത്തിൽ വെക്കുകയാണെങ്കിൽ പിന്നെയും എടുത്തിട്ട് ഐസ് കളഞ്ഞിട്ട് പിന്നെയും വെക്കണം. അപ്പോൾ ആ ഒരു പരിപാടി വെറുതെ നല്ലതല്ല, എപ്പോഴും എടുത്ത് പിന്നെ അകത്ത് വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യുക. അപ്പോൾ അങ്ങനെ തേങ്ങാപ്പാലും എടുത്തു. തേങ്ങാപ്പാൽ ഒരു മീഡിയം കൺസിസ്റ്റൻസി, അതായത് ആദ്യം നല്ല കട്ടിയുള്ള പാലെടുത്തു, പിന്നെ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരേ ബൗളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പൂരി ഒന്ന് ചുട്ടെടുത്തെന്ന് മാത്രം. പൂരി ഉണ്ടാക്കാൻ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ആട്ടയിൽ കുറച്ച് വാം വാട്ടർ മിക്സ് ചെയ്തിട്ട് കുറച്ച് നെയ്യ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. വേണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇടാം. ഞാൻ ഇതിനകത്ത് അജ്വൈൻ ഇട്ടിട്ടുണ്ട്. അജ്വൈൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അയ്മോദകം, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡൈജഷൻ കുറച്ചുകൂടി ഈസി ആക്കാനും പിന്നെ ഗ്യാസ് ട്രബിൾ ഉണ്ടെങ്കിൽ അതാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ പൂരി പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എണ്ണ ഒന്നും അധികം കയറത്തില്ല. ഞാൻ പൊതുവേ പുറത്തുനിന്നൊക്കെ പൂരി വാങ്ങിച്ച് കഴിക്കുമെങ്കിൽ ഭയങ്കര എണ്ണയായിരിക്കും, എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ വീട്ടിൽ ഇങ്ങനെ വെക്കുമ്പോൾ അത്ര എണ്ണ ഒന്നും കയറലില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും പൂരി പൊരിക്കുമ്പം എണ്ണയുടെ നമ്മൾ ആ ഒരു തീയുടെ ആ ഒരു ഇതല്ലേ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മീഡിയം ടു ഹൈയിൽ വേണം ചെയ്യാനായിട്ട്. പിന്നെ ഉച്ചക്കത്തുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ അപ്പോൾ തന്നെ ഫുഡ് കഴിച്ച ഉടനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ സ്റ്റൂവിന് ഞാൻ കുറച്ച് വെജീസ് ഇടുന്നുണ്ട്. യൂഷ്വലി നിങ്ങൾ കടകളിൽ വാങ്ങുമ്പോൾ കാണുന്നുണ്ടാവും, അതിനകത്ത് കുറച്ച് പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ രണ്ട് പൊട്ടറ്റോ ആണ് എടുത്ത് അതൊന്നും ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചു. ആ സമയം ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈയിൽ എടുത്ത് വെച്ചു എന്ന് പറഞ്ഞല്ലോ. ബേസിക് ആയിട്ടുള്ള മസാലാസ് വെച്ചിട്ട് ചിക്കൻ ഒന്നും മാരിനേറ്റ് ചെയ്തു. നെയ്ച്ചോറിനുള്ള റൈസ് അതും കുതിർത്ത് വെച്ചു. ഞാൻ എടുത്തത് സാധാരണ നമ്മുടെ ഗീ റൈസിൽ എടുക്കുന്ന ആ ഒരു കൈമ റൈസ് അല്ലേ, ജീരകശാല റൈസ്, അതാണ് ഞാൻ എടുത്തത്. അത് 1 കപ്പായിരുന്നു എടുത്തത്. നിങ്ങൾക്ക് അളവിനനുസരിച്ച് എടുക്കാം. അതൊന്നും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുതിർത്ത് വെച്ചു. പിന്നെ സവോള ഞാൻ കറിക്കുള്ളതും പിന്നെ നെയ്ച്ചോറിനുള്ള സവോളയും എല്ലാം കൂടി ഒരുമിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ചിക്കൻ സ്റ്റൂവിലും നെയ്ച്ചോറിനും രണ്ടിനും കാരമലൈസ്ഡ് ഒണിയനും പിന്നെ ഇച്ചിരി കാഷ്യൂ മറ്റേ റേസിൻസ് അല്ല അത് വേണം. ആദ്യം സൈഡിൽ അത് ആക്കിയെടുത്തു. പിന്നെ നമുക്ക് കറിക്കുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. ഇത് ശരിക്കും ഇതുപോലത്തെ ഒരു ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ കോക്കനട്ട് ഓയിലിൽ ആദ്യം ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ നമുക്ക് സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിങ്ങനെ വഴറ്റെടുക്കണം കേട്ടോ. അത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ, അത്ര ഡാർക്ക് ഒന്നും ആവണ്ട, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ അതൊന്നും ആക്കിയെടുക്കണം. മീൻ വയൽ ഞാൻ നെയ്ച്ചോറിനുള്ള സംഭവങ്ങൾ റെഡിയാക്കുന്നുണ്ട്. നെയ്ച്ചോറ് ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുക, അതിന് മുകളിൽ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ റൈസ് അല്ലേ കുതിർത്ത് വെച്ച ഒരു 1/2 hour മിനിമം ഈ റൈസ് ഒന്ന് കുതിർത്ത് വെക്കണം കേട്ടോ. അതൊന്ന് ഇട്ടിട്ട് അതിന് മുകളിൽ നമുക്ക് എത്രത്തോളമാണ് നമ്മൾ റൈസ് എടുത്തത് അതിൻ്റെ ഡബിൾ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരമലൈസ്ഡ് ചെയ്ത ഒനിയൻ അല്ലേ, അതും ഇച്ചിരി റേസിൻസും ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്നും തിളപ്പിച്ചെടുക്കണം.
എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അത് അടച്ചു വെക്കുക. എന്നിട്ട് വെള്ളം കംപ്ലീറ്റ്ലി വറ്റുന്നവരെ വേവിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി കിട്ടും. ആ ടൈം കൊണ്ട് നമ്മുടെ ഒനിയൻ എല്ലാം കറക്റ്റ് വരുമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിന് മുകളിൽ ക്യാരറ്റും പിന്നെ ചിക്കനും ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു കളർ ഒരു വൈറ്റ് കളർ ആവുന്നവരെ നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കേട്ടോ. ഒരു മസാല ഒന്നും ഇതിനകത്ത് ഇടാൻ പാടില്ല. അവസാനം മാത്രമേ നമ്മൾ കുറച്ച് പൊടികൾ ഇടുള്ളൂ. ഇപ്പോൾ ഒന്നും ഇടരുത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഈ ചിക്കൻ്റെ കംപ്ലീറ്റ്ലി വെള്ളം ഒന്ന് പുറത്ത് വരുന്നവരെ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 15 to 20 മിനിറ്റ്സ് മാക്സിമം ആകുമ്പോഴത്തേക്ക് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ഈ റൈസ് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്നും ഇളക്കാൻ പാടില്ല കേട്ടോ. കുറച്ചൊന്ന് വെക്കണം. ഇപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ റൈസ് കുറച്ച് സ്റ്റിക്കി ആയി മാറും. അപ്പം നമ്മൾ ഒന്നും ചെയ്യാതെ ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ ഈ ഒരു ജേർണിയിൽ, അതായത് എല്ലാം പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം, കറക്റ്റ് ടൈമിൽ ഫുഡ് ഉണ്ടാക്കണം, രാവിലെ എണീക്കണം, ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്യുന്നതിലുണ്ടല്ലോ, ഇതുവരെ എനിക്ക് ആവാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഡിന്നർ പിന്നെയും കയറി ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു എയിം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ 3 റെഡിയാക്കുക. ഒരു 12 o'clock ഫ്രീ ആവുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഓറിൻ്റെ വർക്ക് ആയിക്കോട്ടെ, അതെല്ലാം അതിന് വേണ്ടി മാറ്റി വയ്ക്കാൻ. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ പുറകിൽ ഓടലും പിടിക്കലൊക്കെ, അത് ഇതുവരെ എനിക്ക് ട്രാക്കിലേക്ക് വന്നിട്ടില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻ വൈൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതായത് ചിക്കൻ കംപ്ലീറ്റ്ലി വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വേവിച്ച് പൊട്ടേറ്റോ ഇട്ട് കൊടുക്കുക. പകുതി പൊട്ടേറ്റോ അതുപോലെ തന്നെ ഇടുക. പിന്നെ കുറച്ചെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാലല്ലേ, മീഡിയം തിക്നെസ്സിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തീ ഒന്ന് കൂട്ടി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് പെപ്പർ പൗഡർ അല്ലേ, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലയും ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് 3-4 ഏലക്ക ചതച്ചിട്ട് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇത് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കംപ്ലീറ്റ്ലി തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിന് മുകളിൽ 1 ടീസ്പൂൺ ഗീയും ഇട്ടിട്ട് കാരമലൈസ്ഡ് ഓണിയൻ ചെയ്തല്ലോ നമ്മൾ, അത് ഇടുക. എന്നിട്ട് ഇതിന് മുകളിൽ നമുക്ക് കരിവേപ്പില ഇട്ടിട്ട് ഇത് ഫിനിഷ് ചെയ്യാം. അതിൻ്റെ തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇത് ആക്ച്വലി അപ്പോൾ തന്നെ സെർവ് ചെയ്യാൻ പാടില്ല. ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് വെക്കണം. അടിപൊളി നല്ല തിക്കായിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താഴെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് ബൈ സൈഡ് ഞാൻ ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാനൊരു അപ്പത്തിൻ്റെ റെസിപ്പി പറഞ്ഞില്ലേ, യൂഷ്വലി ഞാൻ ഡിന്നർ സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ മാക്സിമം ട്രൈ ചെയ്യുക എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ കറി കുറച്ച് അധികം വെച്ചതുകൊണ്ട് രാത്രി അത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പത്തിനുള്ള പ്രിപ്പറേഷനാണ് ചെയ്യുന്നത്. ഇത് ഇൻസ്റ്റൻറ്റ് അപ്പമാണ്. സാധാരണ അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുതിർത്ത് വെക്കും, പിന്നെ അരച്ചെടുക്കും, പിന്നെ 12 hours ഓഫ് ഫെർമെൻറ്റേഷൻ, അങ്ങനെയല്ലേ. ഇതിപ്പോൾ അങ്ങനെയല്ല. നമ്മളൊരു 3-4 hours പച്ചരി കുതിർത്ത് വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ തേങ്ങ, പിന്നെ അവല് എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഈസ്റ്റ് 1 ടീസ്പൂൺ വേണ്ടി വരും കേട്ടോ. പിന്നെ നമ്മൾ എത്രത്തോളം ആണോ റൈസ് എടുക്കുന്നത് അതേ അളവിലാണ് ഞാൻ വെള്ളം എടുത്തത്. കുറച്ച് അധികം ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റ് വേണം നമ്മൾ ഇതാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊരു 45 minutes to 1 hour ആണ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ രാത്രി ഡിന്നർ എപ്പോഴാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഇത് അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഞാൻ സൈഡ് ബൈ സൈഡ് വെള്ളം തിളപ്പിക്കുന്നുണ്ട്, കറി ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വാം പ്ലേസിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി ചൂടാക്കിയ ആ ഒരു സ്റ്റവിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് അടുപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇതാക്കി വെച്ചത്. അവിടെ ഒരു 45 minutes കഴിഞ്ഞപ്പോൾ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നേ. കണ്ടോ, ഇത് ആക്ച്വലി ഭയങ്കര തിക്കാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് അപ്പം ചുടുമ്പോൾ എത്രത്തോളം തീ എങ്ങനെയാണ് വെക്കേണ്ടത്, കൂട്ടി വെക്കണോ കുറഞ്ഞ് വെക്കണോ ഒരു ഐഡിയ ഇല്ല കേട്ടോ. സെക്കൻഡ് ടൈമാണ് ഞാൻ അപ്പം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടി. നിങ്ങളും ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഇത്ര ഒരു ഫെർമെൻറ്റേഷന് വെക്കാൻ സമയമില്ലെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് അപ്പം, ചുട്ടും നല്ല ക്രിസ്പായിട്ട് നിൽക്കുന്ന അപ്പമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ലോഗ്. ഇതുപോലെ തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ ട്രൈ ദിസ് കൈൻഡ് ഓഫ് റെസിപ്പീസ്. നമുക്ക് ഉച്ചയ്ക്കും രാത്രിയും എടുക്കാൻ പറ്റിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുക. നെക്സ്റ്റ് ഫ്രൈഡേയോ ഇതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വ്ലോഗ്, ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. See you in the next vlog. Bye bye.